ഹലോ ഫ്രണ്ട്സ്, വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ എൻ്റെ റൂമിന്റെ അവസ്ഥയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ, നമുക്ക് ചെറിയൊരു ഫ്ലാഷ് ബാക്കിലോട്ട് പോയിട്ട് വരാം. ഞാൻ ജനിച്ച് 18ാമത്തെ വയസ്സിലാണ് കേട്ടോ എനിക്കൊരു സിംഗിൾ റൂം കിട്ടുന്നത്. അതുവരെ ഞാനും എൻ്റെ ചേട്ടനും ഷെയർ ചെയ്താണ് റൂം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ഥലത്തിന്റെ പരിമിതികൾ അന്നുണ്ടായിരുന്നെങ്കിലും എൻ്റെ സാധനങ്ങൾ എവിടെ എങ്ങനെ വെക്കണം എന്നൊരു ഐഡിയ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ പേരിൽ കുറേ എൻ്റെ ചേട്ടൻ എന്നെ കളിയാക്കിയിട്ടുമുണ്ട്. അങ്ങനെ എനിക്ക് സിംഗിൾ റൂം കിട്ടിയ സമയത്ത് ഞാൻ എൻ്റെ റൂമിലെ എല്ലാ സാധനങ്ങളും നല്ല വൃത്തിയായിട്ട് അടുക്കി ഒതുക്കി വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. പക്ഷെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയപ്പോഴത്തേക്കും അത് വീക്കെൻഡ് മാത്രമായിട്ട് ഒതുങ്ങി. ഒരു കിച്ചണും ഒരു ലിവിങ് സ്പേസും 2 ബെഡ്റൂമും ഒരു സ്റ്റഡി സ്പേസ് ഒക്കെ ആയിട്ട് ഷീറ്റ് ഇട്ടൊരു വീടായിരുന്നു ഞങ്ങളുടെ പഴയ വീട്. അവിടെ ഞാൻ ഇന്നും ഓർക്കുന്നത്, ഞങ്ങളുടെ തുണികൾ ഇടാനായിട്ട് പപ്പ 2 ആണിയടിച്ച് റൂമിന്റെ ഒരു കോണില് ഒരു കയറ് അവിടെയും ഇവിടെയും ആണികളിൽ കണക്ട് ചെയ്ത് ഇങ്ങനെ കെട്ടിത്തരും. എന്നിട്ട് അതിലായിരിക്കും ഞങ്ങൾ തുണികൾ ഇടുന്നത്. എനിക്കും ചേട്ടനും രണ്ട് സൈഡിലായിട്ട്. ആ വീട്ടില് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ സ്റ്റഡി സ്പേസ് ആയിരുന്നു. ഞാൻ എഴുതുന്നതും വായിക്കുന്നതും പഠിക്കുന്നതും കളിക്കുന്നതും എല്ലാം സ്റ്റഡി സ്പേസിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്റ്റഡി സ്പേസ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ. തറയിൽ സിമെന്റ് യൂസ് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ വീടിനകത്ത് എത്ര തൂത്താലും പോവാത്ത പൊടി എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്നൊക്കെ മാറി 2015ലാണ് 3 ബെഡ്റൂമും ഒരു ലിവിങ് സ്പേസും ഒരു സിറ്റ് ഔട്ടും 2 കിച്ചണും ചേർന്നിട്ടുള്ള ഞങ്ങളുടെ പുതിയ വീട് പൊങ്ങുന്നത്. ആ വീട് കിട്ടിയപ്പോൾ എനിക്കും എൻ്റെ ചേട്ടനും ഉണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. ഞങ്ങളുടെ മാത്രല്ല കേട്ടോ, പപ്പയുടെയും അമ്മയുടെയും ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു ആ വീട്. അവിടെ എൻ്റെ റൂമായിരുന്നു എൻ്റെ ലോകം. അവിടെ എന്തൊക്കെ എങ്ങനെയൊക്കെ വെക്കണം എന്നുള്ളത് എൻ്റെ ഐഡിയ ആയിരുന്നു കേട്ടോ. എൻ്റെ റൂം എൻ്റെ സ്വപ്നങ്ങളായിരുന്നു. മാരേജ് കഴിഞ്ഞ് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് കിട്ടിയ മുറിയാണ് ഇത്. ഇതാണിപ്പോൾ എൻ്റെ ലോകം. അല്ലല്ല, ഞങ്ങളുടെ ലോകം. ഈ മുറിയിൽ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അലങ്കോലപ്പെട്ട് കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഓരോ വീക്കെൻഡിലും ആ വീക്കിലിട്ട ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ വാഷ് ചെയ്ത് ഉണക്കി അയൺ ചെയ്ത് മടക്കി ഒതുക്കി വെക്കുന്നത് ഞങ്ങൾക്ക് സാധാരണ ഒരു ജോലി മാത്രമാണ്. ഞങ്ങൾ മാത്രല്ല കേട്ടോ, ഏനു ബേബിക്കും ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. അവന്റെ അലമാരയിൽ അവന്റെ ചപ്പലുകൾ കറക്റ്റായിട്ട് വെക്കാനും ഡ്രസ്സുകൾ മടക്കി വെക്കാനും ശീലിപ്പിക്കാറുണ്ട്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശീലിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ എൻ്റെ ഫ്ലാഷ് ബാക്ക് ഇത്തിരി ഓവറായി പോയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്നാലും ഇവിടെ കിടക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.